ജീവിതത്തെ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ജീവിതത്തെ ഒരു പടി മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ജീവിതത്തെ ആത്യന്തികമായിട്ടുള്ള സന്തോഷത്തിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, സമാധാനം, സക്സസ്ഫുൾ ആവുക എന്നുള്ളത് പറഞ്ഞാൽ സ്വസ്ഥമായിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും സുഖമായിട്ടും എന്തൊന്ന് അനുഭവിച്ചാലാണോ നിങ്ങൾ സ്വസ്ഥമാകുന്നത്, ആ സ്വസ്ഥതാവസ്ഥയിലേക്ക് ജീവിതത്തെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് എത്തിക്കുക എന്നുള്ള, അതിനു വേണ്ടിയുള്ള എഫേർട്ട് ഇടുക എന്നുള്ളത് തന്നെയാണ് ഒരു സാധകൻ്റെ പല ക്വാളിറ്റികളിൽ ഒരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. കാരണം അതിന് ചിലപ്പോൾ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യണം. ത്യാഗേനേവ അമൃതത്വം അശ്നുതേ എന്നല്ലേ പറയണേ. പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, പല കംഫോർട്ട് സോണുകൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഒക്കെ നമ്മൾ മാറാൻ തയ്യാറാവണം. മാറാൻ തയ്യാറാവാതെ ആ കംഫോർട്ട് സോണിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ സ്പിരിച്വാലിറ്റിയും അല്ലെ എല്ലാ മെറ്റീരിയൽ കാര്യങ്ങളുടെയും റിസൾട്ട് വേഗമായിട്ടുള്ള ആക്ടിവിറ്റികളുടെ എല്ലാം റിസൾട്ട് വേഗമായിരിക്കും. അതൊരു പ്രപഞ്ച നിയമമാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, ഒരാൾ സ്പിരിച്വലായിട്ട് അമ്പലങ്ങളിൽ പോകുന്നോ അല്ലെങ്കിൽ ഇത് പോകുന്നുണ്ടോ, ഈശ്വര സാധന ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രദീക്ഷ എടുത്തിട്ടുണ്ടോ എന്നുകൊണ്ടോ ഒന്നും അയാൾ ഒരു ധർമ്മപുരുഷനാവുന്നില്ല, ഉത്തമ സാധകനും ആവുന്നില്ല. എങ്ങനെയാണത് തിരിച്ചറിയുന്നത്? ഒരു ഗുരുവിൻ്റെയൊക്കെ അടുത്തേക്ക് എത്തിപ്പെട്ട ഒരു ശിഷ്യനിലുണ്ടാവുന്ന കാലക്രമേണയുള്ള ട്രാൻസ്ഫോർമേഷനാണ് ആ വ്യക്തിയെ, ആ ഉപാസന അയാൾക്ക് ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. രത്നാകരൻ എന്ന് പറയുന്ന കാട്ടുകളൻ സപ്തഋഷികളുടെ അടുത്തേക്ക് എത്തിപ്പെട്ടപ്പം പിന്നീടുള്ള അയാളുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വേറൊരു തലത്തിലേക്ക് മാറി. അയാളുടെ ലൈഫിൻ്റെ, ഇന്നും നമ്മൾ ഈ കാലഘട്ടത്തിലും വാൽമീകി എന്ന് പറയുന്ന മഹർഷിയെ ഓർക്കാൻ കാരണം അദ്ദേഹം ആ ഗുരുപരമ്പരകളിൽ നിന്നും സ്വീകരിച്ച കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ട്രാൻസ്ഫോം ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. ഏത് സമ്പ്രദായത്തിൽ പോയാലും ഏത് വിദ്യ പഠിച്ചാലും നല്ല കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും പറയുന്നത്. അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ നമ്മൾ മാറാൻ തയ്യാറായില്ലെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടാവില്ല ആ സാധന കൊണ്ട്. എന്താ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്? എത്രയോ ഭക്തരെയും സാധകരെയും നമ്മൾ കാണുന്നു. അവരുടെ ജീവിതമാണ് നമുക്കതിനുള്ള മാതൃക. പുരാണ കഥാപാത്രങ്ങളിൽ പലരും, നമ്മൾ പല ന്യായീകരണങ്ങൾ പറഞ്ഞാലും, രാവണനായാലും മഹിഷാസുരനായാലും ഇവരൊക്കെ നല്ല സാധകരുമായിരുന്നു. നല്ല സാധകരായി എന്നുള്ളത് കൊണ്ട് മാത്രം ആരാധ്യ കഥാപാത്രങ്ങളാവണമെന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോക നന്മയ്ക്കായിട്ട് ധർമ്മത്തിലൂന്നി നിൽക്കുന്നവരാണ് നമ്മുടെ റോൾ മോഡൽ എപ്പോഴും ആക്കേണ്ടത്. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രനെ ആരാധ്യനാക്കുന്നത്. അവതാര പുരുഷനായതുകൊണ്ട് ശ്രീരാമചന്ദ്രനിലും കുറവുകളുണ്ട്, രാവണനിലും കുറവുകളുണ്ട്. രാവണനിലും ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, ശ്രീരാമചന്ദ്രനിലും ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷെ വാൽമീകി നമുക്ക് ആ രാമായണത്തിലൂടെ ശ്രീരാമചന്ദ്രനെ കൂടുതലായിട്ട് കാണിച്ചു തരാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അനുകരണീയം അതാണ്. ലോകോപകാരാർത്ഥമായിട്ട് ചെയ്യുന്നതിൽ അനുകരണീയം അതാണ്. അപ്പം മഹിഷാസുരനും സാധന ചെയ്തിട്ടുണ്ട്, രാവണനും സാധന ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധന ചെയ്യുക എന്നുള്ളതല്ല, സാധനയ്ക്കനുസരിച്ച് നമ്മുടെ ഈഗോയ്ക്കും ഒക്കെ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം വേറൊരു രീതിയിലേക്ക് മാറുന്നു എന്നുണ്ടെങ്കിൽ, കുറച്ചുയർന്ന തലത്തിലേക്കും കോൺട്രിബ്യൂട്ടറായിട്ട് മാറുന്നുണ്ടെങ്കിൽ, തൻ്റെ ജീവിതം കൊണ്ട് ഈ സമൂഹത്തിനും വരും സമൂഹത്തിനും എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് അയാൾ സാധന ചെയ്തതിൻ്റെ ഗുണം വരുന്നത്. അപ്പോൾ ആ ക്വാളിറ്റി, അങ്ങനെ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആണ് ഏറ്റവും കൂടുതൽ ആ മാറണമെന്നുള്ള ആഗ്രഹവും ജിജ്ഞാസയും തന്നെയാണ്, അറിയാനുള്ള ആഗ്രഹവുമാണ് ഒരു മെയിൻ ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. അല്ലാതെ ഒരുപാട് പേർക്ക് ഇപ്പം മന്ത്രദീക്ഷ കിട്ടാനോ ഇതിനൊന്നും വലിയ പാടൊന്നുമില്ല. അങ്ങനെ കിട്ടിയ കൊണ്ടോ മാറ്റമൊന്നുമില്ലെങ്കിൽ, ഡെയിലി അമ്പലത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഡെയിലി സാധന ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻട്രോസ്പെക്റ്റ് ചെയ്യുന്നില്ല, ആന്തരികമായിട്ടുള്ളൊരു പരിവർത്തനം ഉണ്ടാവുന്നില്ല. നിരന്തരമായിട്ട് നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന കാര്യങ്ങളെ ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് വിലയിരുത്തിയിട്ട് അതിനെ ശരിതെറ്റുകളെ മാറ്റിയിട്ട് പരമാവധി ധർമ്മം ചെയ്യാൻ, ശരിയെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ ശ്രമിക്കുകയും ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സാധന. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക, അതിനൊക്കെ തന്ത്രശാസ്ത്രത്തിൽ തന്നെ പഠിക്കണം എന്നുണ്ടോ? ഇല്ല, ഏത് ശാസ്ത്രമായാലും കുഴപ്പമില്ല. ഭാരതീയമായിട്ടുള്ളതോ ഏത് ശാസ്ത്രമായാലും കുഴപ്പമില്ല. ഈവൻ നിരീശ്വരവാദമായാലും പോലും കുഴപ്പമില്ല.
ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു മഹത്തായ ഒരു വചനമുണ്ട്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. നല്ലൊരു മനുഷ്യനാണ് ഈ മേഖലയിൽ വരുന്നതെന്നുണ്ടെങ്കിലുണ്ടല്ലോ ലോകത്തിന് നാശം ഉണ്ടാവില്ല. അല്ലാത്തവരെല്ലാം അവരുടെ സ്വാർത്ഥതയെ, ആസുരികതയെ, ഞാൻ പറഞ്ഞു സ്വാർത്ഥൻ എന്നുള്ള അസുരൻ എന്ന വാക്കിന് സ്വാർത്ഥത എന്നുകൊണ്ട് നമുക്ക് ഇപ്പം ചിന്തിക്കാം, അവരുടെ സ്വാർത്ഥതയെ മാനിഫെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളുകളായിട്ട് മാത്രമായിരിക്കും ഈശ്വരവാദത്തെയായാലും നിരീശ്വരവാദത്തെയായാലും വേദാന്തത്തെയായാലും തന്ത്രശാസ്ത്രത്തെയായാലും സ്മൃതിയായാലും ശ്രുതിയെയാണെങ്കിലും ഏതിനെയും പുരാണത്തിനെ ആയാലും എന്തിനേയും ഉപയോഗിക്കുന്നത്. അതല്ല സ്വന്തം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ, തൻ്റെ പരിണാമത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, തൻ്റെ മുന്നോട്ടുള്ള ആന്തരികമായിട്ടുള്ള ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, തൻ്റെ ചോദനയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ, തൻ്റെ ക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉത്തരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ശാസ്ത്രം പഠിക്കാനുള്ള ക്വാളിറ്റി അത് തന്നെയാണ്.